നേരത്തെ വന്നാടേ. അച്ഛനുണ്ടായിരുന്ന ഓ ട്യൂഷൻ സെന്റർ മാസ്റ്റർ, ട്യൂഷൻ സെന്ററിലൊക്കെ എന്താ വിശേഷം? നല്ല വിശേഷം. ഞാൻ ഒരു അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിനി വിശേഷങ്ങളൊക്കെ അറിയാം, നല്ല വിശേഷങ്ങള്. വന്ന് കേർത്താതെ വെറുതെ പിള്ളേരെ കൈവാക്കണമെന്ന് ചെന്ന് കയറി കൊടുക്കില്ല കേട്ടാ. പോടാടുന്നു ഒരു മുട്ടിനില്ലടാ നീ ഒന്നും. എന്തോ മുട്ടിനില്ലെന്നാ ചെന്ന് കയറിക്കോട്. അവന്മാര് പപ്പം കൂടെ പറിച്ചിടും. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് പപ്പും കൂടെ ഉപ്പും കൂടെ പറയായിരുന്നു എന്നെ കുറിച്ച് കേട്ടാ. പറഞ്ഞ സ്വന്തം മക്കളാണ് ഇങ്ങനെ തട്ടിയത്. അടുത്ത ഇടിയാണ്. ഇടി എന്ന് പറഞ്ഞാൽ ശത്രുക്കാരിക്കുമ്പോൾ ഞാൻ അടിക്കും. കേട്ടോടാ എന്താ ചിരിക്കണത്? ഒന്നുമില്ല. നിനക്കറിയാം പണ്ട് എനിക്ക് വേറെ പണിയുണ്ട്. പണ്ട് നമ്മുടെ നാട്ടില് പേപ്പട്ടി മുരളി എന്ന് പറഞ്ഞ ഒരുത്തുണ്ടായിരുന്നു. പേപ്പട്ടി മുരളിയാ? എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ. പേപ്പട്ടിയെ പോലെ തന്നെ എവിടെ ഇങ്ങനെ അടി ചേർന്ന് വാങ്ങിക്കും. ഒരിക്കൽ ഇതുപോലെ ജംഗ്ഷൻ വെച്ച് ഞാൻ അറിഞ്ഞ് നമ്മളെ സുരേന്ദ്രൻ്റെ കോളറി കയറി പിടിച്ചത്. നേരെ അവൻ്റെ വീട്ടിൽ ചെന്നു. അവൻ്റെ അമ്മേരെ അച്ഛൻ്റെ മുമ്പായിട്ട് അവന് ഈടിച്ച് പിടിച്ച് വാരഴിയണം. പിടിച്ച് പിടി ഈടിച്ചെൻ്റെ വാങ്ങിക്കണ ബ്ലഡ് വന്നു. ഞാൻ വിട്ടില്ല, അറിയാം. എനിക്ക് പന്തറാക്കി. പിന്നെ ഞാൻ റോഡിൽ കൂടെ പോകുമ്പോഴേ അവൻ എന്നെ കാണുമ്പോൾ ആൾക്കാരോട് പറയും, ഇതാ പോണ ബാലുവിനെ അറിയാം. അങ്ങനെയാണ് എന്നെ ഇടിച്ച് നന്നാക്കിയത്. അന്ന് ഇതുപോലെ നല്ല നല്ല ഒത്ത വണ്ണവും നല്ല പൊക്കവും നല്ല തടി നല്ല സ്റ്റൗട്ട് ബോളിയായിരുന്നു. അല്ലേടേ? അവിടുന്ന് നേരെ എങ്ങോട്ടാ പോയെന്നറിയാമോ? ഉത്തരം കോഴ തേങ്ങാപ്പാല് മോഹനമ്മാമന്റെ വീട്ടിലേക്കാണ് ഒളിവിലിരിക്കാൻ പോയത്. എൻ്റെ ഒരു മാമനുണ്ട്, തേങ്ങാപ്പാലെന്നാണ് ഇരട്ട പേര്. ഈ തേങ്ങാപ്പാല് മാമന് ഒരു മോനുണ്ട്, അനീഷ്. അല്ലടി? കള്ളൻ. അവന് കള്ളന് കഞ്ഞി വെച്ചവനാ. അവൻ വാ തുറക്കണത് കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി മാത്രമാണ്. അടുത്തൊരു ഗ്രൂപ്പ് അടി ഉണ്ടായിരുന്നു. എന്റെ അമ്മ അത് തന്നെ. നല്ല അച്ഛൻ. അച്ഛൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണണ്ട അച്ഛന്റെ പണ്ടത്തെ ഗുണ്ടായിസ കഥകള്. ഇത് വേണം പറഞ്ഞു കൊടുക്കാൻ. രണ്ടും കൂടെ നല്ല ഇൻട്രസ്റ്റിൽ കേൾക്കാൻ നിൽക്കുക. വേറെ വല്ല കഥകളാണെങ്കിൽ നീയൊക്കെ കേട്ടിരിക്കോടാ. ഗുണ്ടായിസം കേൾക്കാൻ നിൽക്കണ. എടി എന്തടേ കുഴപ്പം? എന്തടേ ആമ്പിളരെ തന്നെ? ആമ്പിളർ മാത്രമല്ല, പെമ്പിളരെ അങ്ങനെ ഇടിച്ചാൽ ഇടിക്കണം, അത്രേ ഉള്ളൂ. ഇവന്മാർക്ക് പകരം 2 പെൺകുട്ടികൾ മതിയായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു. പെൺകുട്ടികളെന്തിന് സമാധാനം? അനീതി കണ്ട ആക്രമിക്കണം, ഇടിച്ച് പിരുത്തണം, ഉണ്ണിയരച്ച പോലെ വളരണം, അത്രേ ഉള്ളൂ. എനിക്ക് എത്ര പറയാനുള്ളൂ കേട്ടോ. പെമ്പിളരെ ആമ്പിളരുന്നാലും ഇങ്ങോട്ട് മുട കാണിക്കാൻ വന്നാൽ ഇടിക്കണം, അത്രേ ഉള്ളൂ. അമ്മ കുത്തിയമ്മ, ഞാൻ കുത്തി. മറ്റേ ശല്യക്കാരനുണ്ടല്ലോ, ഇന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കേ അയാൾ ആ പരിസരത്ത് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ ഞാൻ നോക്കി. ഇല്ല. ഞാൻ എന്ത് ചെയ്ത് ഇയാൾക്ക് വേണ്ടി മനഃപൂർവ്വം 2 പ്രാവശ്യം അങ്ങോട്ടും കൂടെ നടന്ന്. ഞാൻ നോക്കുമ്പോണ്ടാ അയാൾ ദൂരെ നേരെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് വരുന്നു. ഞാൻ വിടോ, ഞാൻ എന്നെ കയ്യും കെട്ടി ചിരിച്ചോണ്ട് നിന്ന്. ഇയാൾ ചിരിച്ച് എൻ്റെ അടുത്ത് എന്തൊക്കെയോ വിളിച്ച് പറയാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്ത് കയ്യിലിരിക്കണ കോമസെടുത്ത് ഒറ്റ കുത്തു വെച്ച് കൊടുത്ത്. ഇയാളിങ്ങനെ തിരിഞ്ഞപ്പത്തി ഇയാളുടെ ഷോൾഡറിൽ കൊണ്ട് വിടോ വയറ്റിലുള്ള ഒറ്റ കുത്തു വെച്ച് കൊടുത്ത്. ഇയാൾ തിരിഞ്ഞോടാൻ നോക്കിയപ്പോ മുതുകത്ത് അങ്ങനെ 3 കുത്തു വെച്ച് കൊടുത്ത്. ആന്ന് ഇയാൾ ഓട്ടം കാണരുത്. എന്ത് ഓട്ടമായിരുന്നു! എവിടെ അടിച്ചിട്ട് വീടുന്നുണ്ട്. രക്ഷപ്പെടുവോ എന്തോ. കുത്തിയാ? നല്ലത് കൊടുത്തിട്ടുണ്ട്. ഓടി അയാള്? പിന്നെ ജീവനും കൂടെ ഇറങ്ങി ഓടി. രക്ഷപ്പെട്ടോ? ഇത് പറ്റൂലെന്ന് കാണിച്ചത്. അമ്മയാണ് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു അപകടം നടത്താൻ നമ്മൾ നോക്കി നിൽക്കരുത്, അയാൾക്ക് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കരുത്, നേരെ ഇറങ്ങി ആക്രമിച്ചോണെന്ന്. അല്ല അമ്മ, അതുകൊണ്ടാണ് ഞാൻ കുത്തിയത്. പിന്നെ എന്താ ഞാൻ ചെയ്യണ്ടേ? ഇങ്ങനെയുള്ളവന്മാർ എന്തിനാ ഭൂമിക്ക് ഭാരമായിട്ട് നിക്കണേ? സ്വയരക്ഷാർത്ഥം കുത്തി, അത്രേ ഉള്ളൂ. അവൻ ചാവട്ടെ. ചെയ്യൂ നീ. ഇനി ഇത് വേണ്ട വരും വെച്ചോ.